ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് മലരാണ്. അപ്പോൾ ഇതെന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പത്തിന് സോഫ്റ്റ്നെസ് വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ മലര് കൊണ്ട് നമുക്ക് നല്ലൊരു സോഫ്റ്റ് അപ്പം ഉണ്ടാക്കാം, എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ പാക്കറ്റ് വാങ്ങിച്ച മലരാണ്. ഒരുപാട് ഉമിയുണ്ട്. നമുക്കിത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉമിയെല്ലാം ഒന്ന് നുള്ളിപ്പറക്കി ക്ലീനാക്കി എടുക്കാം. പിന്നെ വേണ്ടുന്നത് പച്ചരി. ഞാനിത് ഒരു 1/2 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത തേങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വെള്ളത്തിനകത്ത് ഈ മലര് നുള്ളിപ്പറക്കി ഇടും. മലരൊന്ന് കഴുകിയിട്ട് വേണം കുതുക്കാനിടാൻ, കാരണം പൊടിയൊക്കെ ഉള്ളതായിരിക്കുമല്ലോ. അപ്പോൾ മലരൊന്ന് കഴുകുക. കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ഈ തേങ്ങ വെള്ളത്തിനകത്ത് കുതിർത്തിടാം. 5 മിനിറ്റ് ഇട്ടാൽ മതി. നമുക്ക് അരയ്ക്കാനാകുമ്പോഴത്തേന് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ മലര്, തേങ്ങ, അരി എല്ലാം കൂടെ ഒന്നിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്, കണ്ടില്ലേ? ഒരു ശകലം അരിയെടുത്ത് ഞാൻ ചെറിയ തരിയോടുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് കപ്പ് കാച്ചുവാണ്. വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് വേണം കപ്പ് കാച്ചാൻ. നമ്മുടെ കപ്പ് കാച്ചിയതെല്ലാം കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിപ്പം മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മറ്റേൻ്റെ കൂടെ ചേർക്കാം. നമ്മുടെ മാവെല്ലാം ഓവർനൈറ്റ് വെച്ച് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓളെന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. എൻ്റെ വെറൈറ്റീസൊക്കെ കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, നല്ലൊരു മയമുണ്ട്. ഇപ്പം കുക്കിങ് താല്പര്യമുള്ളവർക്കൊക്കെ ഫസ്റ്റ് ന്യൂ കൊമേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന സോഫ്റ്റ് അപ്പമാണ്. അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാം. കുഞ്ഞനപ്പമായിട്ട് എടുക്കുമ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അവർക്ക് കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മുടെ അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞു. നമുക്ക് അപ്പത്തിന് ചിക്കനുണ്ട്, പിന്നെ ചമ്മന്തി ഉണ്ട്. ചമ്മന്തി ഞാനിത് ചുമന്നുള്ളിയും പച്ചമുളകും ചേർത്ത് തേങ്ങ ചതച്ചെടുത്തതാണ്. എന്നിട്ട് കടുക് വറുത്തെടുത്ത്. നല്ലൊരു ടേസ്റ്റ് അപ്പത്തിന്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.
ഇപ്പം നമ്മുടെ സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ഭംഗിയുണ്ട്, നല്ല മയവുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല മയത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.